അസ്സലാമു അലൈക്കും യാ ഫൈസലേ. ഫൈസലേ, നീ എന്റെ സ്നേഹിതനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഫൈസലേ. നിനക്ക് അത് ഇല്ല എന്നെനിക്ക് തോന്നുന്നു ഫൈസലേ. കാരണം റമളാനിന്റെ മുമ്പ് നീ എന്നെ വിളിച്ചിരുന്നു ഫൈസലേ. റമളാനിന്റെ മുമ്പ് നീ ആഴ്ചയിൽ 2 പ്രാവശ്യം നീ എനക്ക് വോട്ട് ഇമെയിൽ വിളിച്ചിരുന്നു. ഇല്ലെങ്കിൽ നീ എനക്കൊരു മെസ്സേജ് എങ്കിലും അയക്കുമായിരുന്നു ഫൈസലേ. റമളാനിന് ശേഷം റമളാന്റെ ആദ്യത്തെ 10-ൽ ഒരു പ്രാവശ്യം നീ എനക്കൊരു മെസ്സേജ് അയച്ചതല്ലാതെ പിന്നീട് ഒരു വിളിയോ ഒരു മെസ്സേജോ ഒരു വർത്തമാനോ കണ്ടില്ല ഫൈസലേ. അതുകൊണ്ടാണ് ഫൈസലേ ഈ റമളാന്റെ 2ാമത്തെ 10 ആയപ്പോൾ നിന്റെ ഒരു വിവരവുമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാര ഫൈസലേ നിനക്ക് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. നിന്നെ വോട്ട് ഇമെയിൽ വിളിച്ച് കിട്ടുന്നില്ല ഫൈസലേ. നിന്റെ മൊബൈലിൽ വിളിച്ച് കിട്ടുന്നില്ല ഫൈസലേ. നിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചാൽ മറുപടിയില്ല ഫൈസലേ. പൊന്നാര ഫൈസലേ, നീ എന്നെ മറന്നാലും നിന്റെ ദുആകളിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പൊന്നാര ഫൈസലേ. അസ്സലാമു അലൈക്കും യാ ഫൈസലേ. അലൈക്കുമുസ്സലാം യാ ശുക്കൂർ. എൻ്റെ കൽക്കണ്ടക്കനിയായ ശുക്കൂറേ, ഞാൻ നിനക്ക് വിളിച്ചില്ലെന്ന് പറയല്ലേ. പകൽ വിളിച്ചാൽ നീ ബിസിയാണ് ശുക്കൂറേ, രാത്രി വിളിച്ചാൽ നീ ബിസിയാണ് ശുക്കൂറേ, നട്ടപ്പാതിരക്ക് വിളിച്ചാൽ പോലും. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ വേറെ ഏതോ പെണ്ണുമായി സംസാരിക്കുകയാണ്. ദയവ് ചെയ്ത് പിന്നീട് എപ്പോഴെങ്കിലും വിളിക്കൂ എന്നാണ് പറയുന്നത് ശുക്കൂറേ. പിന്നെ ഞാൻ എങ്ങനെ വിളിക്കും ശുക്കൂറേ? റമളാനിന്റെ ആദ്യത്തെ 10 കഴിഞ്ഞത് മുതൽ നിന്നെ കാണാതായതാണ്. ആദ്യത്തെ 10 കുട്ടികളുടെ 10ആണ്. 2ഉം 3ഉം വലിയോരെ 10ആണെന്ന് പറഞ്ഞ് പള്ളിയിൽ വരാതെ വീട്ടിൽ ഇരിക്കുന്ന പെരിച്ചായി മോറ. നിനക്ക് കുട്ടികളുടെ ബുദ്ധിയാണേലും പോത്തുപോലെ ആയില്ലടാ. പള്ളിയിൽ വാടാ, അല്ലാതെ എന്നെ എങ്ങനെ കാണാനാണ് ശുക്കൂറേ? ഞാൻ നിന്നെ തിരക്കാത്ത ദിവസങ്ങളില്ല ശുക്കൂറേ. ഞാൻ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല ശുക്കൂറേ. അന്വേഷിച്ച് അവസാനം ഞാൻ എത്തിയത് രാമേട്ടന്റെ ഹോട്ടലിലാണ് ശുക്കൂറേ. രാമേട്ടന്റെ ഹോട്ടലിലാണ് ശുക്കൂറേ. നിന്റെ തളർന്നു കിടക്കുന്ന വെള്ളിപ്പാക്ക് പൊറാട്ടയും ചിക്കൻ ചില്ലിയും വാങ്ങാൻ നീ ദിവസവും അവിടെ വരാറുണ്ടെന്ന് രാമേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചു പോയി ശുക്കൂറേ. ഞാൻ നിർമാർജന ശൃംഖാതനായി ശുക്കൂറേ. ഞാൻ നിഷ്ഠൂരക വിഭ്രൂചകനായി ശുക്കൂറേ. എടാ ഉപ്പിലിട്ട ഹംഖേ, 4-5 കൊല്ലം മുമ്പ് മരിച്ച നിന്റെ വെള്ളിപ്പാക്ക് എന്തിനാടാ പൊറാട്ട? 4-5 കൊല്ലം മുന്നേ മൗത്തായ നിന്റെ വെള്ളിപ്പാക്ക് എന്തിനാടാ ചിക്കൻ ചില്ലി? നാറ്റിക്കുഞ്ഞാൻ.